ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. പാർലമെന്റിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. 2026 ധനകാര്യ ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ പുനരാരംഭിച്ചു. രാജ്യസഭയിൽ 2026 വിനിയോഗ ബില്ലിന്മേൽ ചർച്ച ഇന്നും തുടരും. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ നയതന്ത്ര ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ച് രാജ്യസഭയിൽ സംസാരിക്കുകയും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കുകയും ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 3 ആഴ്ചയിലേറെയായി പശ്ചിമേഷ്യയിലെ സംഘർഷം ലോകമെമ്പാടും ഗുരുതരമായ ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1 കോടിയോളം ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ആശങ്കയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. इस युद्ध से हमारे व्यापार के रास्ते प्रभावित हो रहे हैं. इससे पेट्रोल, डीजल, गैस और फर्टिलाइजर जैसे जरूरी सामान की रूटीन सप्लाई प्रभावित हो रही है. गल्फ देशों में करीब 1 करोड़ भारतीय रहते हैं, वहां काम करते हैं. उनके जीवन और आजीविका की सुरक्षा भी भारत के लिए बहुत बड़ी चिंता है. होर्मुज स्ट्रेट में दुनिया के अनेक जहाज फंसे हैं. उनमें बहुत बड़ी संख्या में भारतीय क्रू मेंबर्स हैं. ये भी भारत के लिए एक बड़ी चिंता का विषय है. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 16 ദിവസം. എല്ലാ മണ്ഡലങ്ങളിലും മത്സര ചിത്രം ഏറെക്കുറെ തെളിഞ്ഞതോടെ പരസ്യ പ്രചാരണത്തിലായിരിക്കും മുന്നണികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എൻഡിഎയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീമതി നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ എത്തും. യുഡിഎഫിന്റെ പ്രചാരണത്തിന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പര്യടനം നാളെ കോഴിക്കോട് ആരംഭിക്കും. എൽഡിഎഫ് പ്രചാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. പത്രികാ സമർപ്പണം ഇന്നലെ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ 2117 പത്രികകളാണ് ലഭിച്ചത്. 1252 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കൂടി ഈ മാസം 26 അവസാനിക്കുന്നതോടെ മത്സരചിത്രം കൂടുതൽ വ്യക്തമാകും. സ്ഥാനാർത്ഥികളെല്ലാം ഇനി പരസ്യ പ്രചാരണത്തിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായി അടുത്ത മാസം 9 വോട്ടെടുപ്പ്. മെയ് 4 വോട്ടെണ്ണൽ. കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിലും പുതുച്ചേരിയിലും ഇന്നാണ് സൂക്ഷ്മ പരിശോധന. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ, ഡിജിപിമാർ, സിഇഒമാർ, ആഭ്യന്തരം, എക്സൈസ്, SC/ST പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ എന്നിവരുമായി ഇന്ന് അന്തർ സംസ്ഥാന അതിർത്തി സംബന്ധിച്ച് യോഗം ചേർന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക, സഹകരണം ശക്തമാക്കുക, സുഗമവും സുരക്ഷിതവും അക്രമരഹിതവുമായ തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുക എന്നിവയാണ് യോഗത്തിന്റെ ലക്ഷ്യമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ക്ലറിക്കൽ പിഴവ് സംഭവിച്ചതായും പിശക് നേരത്തെ തിരുത്തിയതായും ശ്രീ ഖേൽക്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫയൽ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ വിശദമായ അന്വേഷണം നടത്തുമെന്നും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസരം അവസാനിച്ചപ്പോൾ കോട്ടയം ജില്ലയിൽ ഇന്നലെ മാത്രം 76 സ്ഥാനാർത്ഥികൾ പത്രികകൾ സമർപ്പിച്ചു. 11 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ച ചങ്ങനാശ്ശേരി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ പത്രിക സമർപ്പിച്ചത്. പാല, പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നും 10 പേരും, കടുത്തുരുത്തിയിൽ 9, വൈക്കം, ഏറ്റുമാനൂർ, പുതുപ്പള്ളിയിൽ നിന്ന് 8 പേർ വീതവും, കോട്ടയത്ത് 7, കാഞ്ഞിരപ്പള്ളിയിൽ 5 പേരുമാണ് പത്രിക നൽകിയത്. ആകെ 137 പത്രികകളാണ് ജില്ലയിൽ ലഭിച്ചത്. തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങാകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ സക്ഷം മൊബൈൽ ആപ്പിൽ വിവിധ സേവനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും പോളിംഗ് സ്റ്റേഷൻ കണ്ടെത്താനും വോട്ട് ചെയ്യാനും സഹായിക്കുന്ന ഒട്ടേറെ സേവനങ്ങളാണ് ഈ ആപ്പിലുള്ളത്. വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിൽ വീൽചെയർ ആവശ്യമുള്ളവർക്ക് ഈ ആപ്പിലൂടെ മുൻകൂട്ടി അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പരാതി നൽകാനും ഈ ആപ്പ് സഹായിക്കും. ആഗോള പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പശ്ചിമേഷ്യൻ സംഘർഷം 4ാം വാരത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് യോഗം. ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള ആഗോള വ്യാപാര പാതകളെ സംഘർഷ സാഹചര്യം സാരമായി ബാധിക്കുന്നതായി യോഗം നിരീക്ഷിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.